അച്ഛൻ്റെ മോനെ സിനിമയ്ക്ക് വിടുന്നെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അതിലും ഒരു തികഞ്ഞ ഫെയിലിയർ ആയിരുന്നു. ഒരു പടം തോറ്റ ഡയറക്ടർ ശരിക്കും എങ്ങനെയാ? രഞ്ജിത്ത് സാറിന്റെ സിനിമയിൽ ഒരിക്കൽ തിരക്കഥയിലുള്ള ഒരു ഡയലോഗാണ്, സിനിമ എന്നും ജയിക്കുന്നവന്റെ കളിയാണ്. എല്ലാ അർത്ഥത്തിലും അത് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ഒഴിഞ്ഞു മാറി പോവുക, നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള താരങ്ങൾ ഉൾപ്പെടെ, നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ആക്ടേഴ്സ് കാണാതെ പോകും. പിന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഇൻവിസിബിൾ മാനാണെന്ന് തോന്നിപ്പോ. അതിപ്പം സിനിമയിലല്ല ഞാൻ പറഞ്ഞത്, അല്ല ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും അവര് പറയുന്ന പല കാര്യങ്ങളും അവര് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മുടെ എവിടേക്കോ ഭയങ്കരമായിട്ട് കൊള്ളും. നിനക്കിനിപ്പം കുഴപ്പമില്ലല്ലോ, നീ ഇനി ഒന്നും ചെയ്തില്ലല്ലോ, നിന്റെ അച്ഛനെ ഉണ്ടല്ലോ ഈ ഇപ്പോഴും 80ാമത്തെ വയസ്സിൽ നിനക്ക് കാശ് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് വീട്ടിൽ കയറണം, കാരണം ഇനി നാളെ പണിയുണ്ട്, നിന്നെ പോലെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ പോലെ. ഭയങ്കരമായിട്ട് ഏറ്റവും വലിയ ഫെയിലിയർ കണ്ട കഥ പറഞ്ഞു, ഏറ്റവും വലിയ സക്സസ് കണ്ടപ്പോ ഈ ഗ്ലോബ് മറിഞ്ഞത് എങ്ങനെയാണ്? ജനുവരി 7-ാം തീയതി പടം റിലീസ് ചെയ്യുന്നതിന്റെ അന്ന് രാവിലെ എറണാകുളത്ത് ഫ്ലൈറ്റിൽ ഞാൻ ഇറങ്ങുമ്പോൾ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും വരികയുണ്ടായി. അപ്പൊ ഞാൻ വളരെ റിലാക്സ് ആയിട്ട് ടൗലൊക്കെ കൊടുത്തേക്ക് നിൽക്കുകയാണ്. അപ്പൊ കൺട്രോളർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതെ ഈ പ്രൊഡ്യൂസറെ ഓർത്തേലും കുറച്ചൊന്നും ടെൻഷൻ മുഖത്ത് കാണിയില്ല, ആ മനുഷ്യന്റെ കോടികൾ നിങ്ങൾ കളഞ്ഞില്ല, ഇനി കുറച്ച് ടെൻഷൻ അയാൾ കാണിക്കാനെങ്കിലും കാണിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ കൂളാണ്, എനിക്ക് വിശ്വാസമുണ്ട് ഈ പടത്തിൽ, എന്റെ ഫേറ്റിൽ. അപ്പൊ പുള്ളി അനുഭവം മറുപടി, നമുക്കറിയാം ആരുടെ വിശ്വാസമാണ് ജയിക്കാൻ പോകുന്നതെന്ന്. ആ പടം കണ്ടിറങ്ങി ആൾക്കാരുടെ റിയാക്ഷൻ കണ്ട ശേഷം ആദ്യം അയാൾ ചെയ്ത് എന്നെ ഫോൺ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഞാൻ താങ്കൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, സോറി പറഞ്ഞു. ഇൻഡസ്ട്രി ഫ്ലിപ്പ് ആയത് എങ്ങനെ ഫീൽ ചെയ്ത് അതിന് ശേഷം? കാലം ഇൻഡസ്ട്രി മാത്രമല്ല, എന്റെ 1ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ട്രാഫിക് വിജയിച്ചപ്പോഴാണ്. പഴയ ഗേൾ ഫ്രണ്ടും വിളിക്കുകയുണ്ടായി, മൈക്ക് ചെക്കിംഗ് പഴയ ഗേൾ ഫ്രണ്ട് തിരിച്ചു വന്ന് എന്ത് വിളിച്ച് എന്ത് പടം കണ്ടു, ഐ ആം ഹാപ്പി ഫോർ യു, കാരണം അറ്റ്ലാസ്റ്റ് നിങ്ങൾ പ്രൂവ് ചെയ്തല്ലോ. പഴയ ഗേൾ ഫ്രണ്ട് വിട്ടിട്ട് പോയത് എന്തിനായിരുന്നു? അത് അവളോട് ചോദിക്കണം, ഞാനല്ലല്ലോ വിട്ടിട്ട് പോയത്. കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ പിന്നീട് എങ്ങനെയായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞു അവന് കഴിവുണ്ടെന്ന്. ഈ രീതിയില് ഇത് യു ആർ അണ്ടർ അറസ്റ്റിൽ എന്റെ കൂടെ ഉള്ളത് രാജേഷ് പിള്ള, കണക്കിന് ഫൺ ട്രാഫിക് ഡയറക്ടർ രാജേഷ് പിള്ള. ഈ ട്രാഫിക് ഹിന്ദിയിലേക്ക് ആക്കുമ്പോഴേ ഈ ഹിന്ദിക്കാരത്തൊക്കെ എങ്ങനെ കഥ പറയാം? ആദ്യം ട്രാഫിക്കിന്റെ DVD 99% പേർക്കും പടം ഇഷ്ടപ്പെട്ടു. ട്രാഫിക് ഹിന്ദി DVD കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ ഒരേ ഒരു താരം ഋഷി കപൂറാണ്. ഇഷ്ടപ്പെട്ടില്ല? അല്ല, അദ്ദേഹത്തിന് പടം ഇഷ്ടപ്പെടില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ടത് ഏറ്റവും അവസാനം പോയി കണ്ട് അമിതാഭ് ബച്ചനെയാണ്. അപ്പൊ അമിതാഭ് ബച്ചനെ പോയി കാണാൻ നേരത്ത് ഈ പറഞ്ഞ ഒരു സാധനം കൂടെ കിട്ടി ഫ്രീ ആയിട്ട്. ആ സമയത്ത് ആക്സിഡന്റലി അഭിഷേക് ബച്ചൻ അങ്ങോട്ട് വരെയുണ്ടായി മീറ്റിംഗ് പ്ലേസിലേക്ക്. അപ്പൊ അല്ല കഴിയിട്ട് കാരണം എനിക്ക് അഭിഷേകിനെ ഇഷ്ടമാണ്. നമ്മുടെ സിനിമക്കാരനേക്കാൾ വളരെ ഹാൻസം, വളരെ സിമ്പിൾ ആയിരുന്നു. അല്ല, ഞാൻ അമിതാഭ് ബച്ചൻ ഈ കമ്മീഷണറുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് കണ്ടത്. അദ്ദേഹത്തെ ഒരു ലെജൻഡിനെ കൂടിരിക്കെ എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു ഭയങ്കര ഒരു പ്രസൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. നമുക്ക് പറയാൻ പറ്റാത്ത ചില കാരണങ്ങൾ അദ്ദേഹം അത് ചെയ്യുന്നില്ല. എങ്ങനെയാ സർ? അമിതാഭ് ബച്ചനെയും കമൽഹാസനെ നേരിട്ട് കണ്ട് കഥ പറഞ്ഞിട്ടുള്ള ആളാണ് രാജേഷ് പിള്ള, റൈറ്റ്? അതെ, പക്ഷെ ഒരു ഭയങ്കര പ്രസൻസ് ഫീൽ ചെയ്യുന്നത് അമിതാഭ് ജി വരുമ്പോഴാണ്. കാരണം ആ ഒരു അറിയാലോ, ഈ കോൺബിനേക്കർ തന്നെ വന്നിരിക്കുമ്പോഴൊക്കെ തന്നെ ആ സൗണ്ടും ആ വരവൊക്കെ ഒരു വരവ് തന്നെയാണ്. എന്താ പറഞ്ഞത്? അവരുടെ വീട്ടിൽ ഞാൻ പോയപ്പോഴത്തേക്ക് ആ വീട് തന്നെ കാണേണ്ടതാണ്. കാരണം ഇന്നേരെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ വെക്കാൻ ആ വീട് പോരാ വരും. കാരണം അങ്ങനെ നിരത്തി അവാർഡുകൾ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലെയും ഫോട്ടോസ്, എല്ലാ സിനിമയിലും അഭിനയിച്ച് അതിന്റെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടത്, എൻജോയ് ചെയ്തത് കമൽ സാറായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത്. രാവിലെ 8 മണിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിപ്പിക്കും. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലും. ഈ 8 മണിക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നവരാണ്, ഒരു സൈഡിൽ നിന്ന് മാത്രമേ സംസാരമുള്ളൂ. അതായത് അദ്ദേഹം സംസാരിച്ചു കൊടുക്കും, റേഡിയോ പോലാണ്, നമ്മളിങ്ങനെ കൈയും കിട്ടിയിരിക്കും. പക്ഷെ അതൊരു അനുഭവമാണ്. കാരണം ഒരു സെക്കൻഡ് പോലും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളില്ല. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ഒരു 8-10 തിരക്കഥകൾ കംപ്ലീറ്റ് അതേ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വീടൊന്നും വേണം, അദ്ദേഹത്തിന് ഒരു ലൈബ്രറി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണെന്ന്. പക്ഷേ ഇന്ന് എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ഏറ്റവും വിവരമുള്ള മനുഷ്യനൊന്നും അദ്ദേഹം അറിയാം. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് അത്ര സ്റ്റൈലിഷ് ഇംഗ്ലീഷാണ്. ബുക്കുകൾ അദ്ദേഹം വായിക്കാത്ത ബുക്കുകളില്ല, അദ്ദേഹം കാണാത്ത സിനിമകളില്ല. ഒരു ബസ് പിടിച്ചിട്ട് ഒന്നുകിൽ അമിതാഭ് ബച്ചന്റെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ കമൽഹാസന്റെ വീട്ടിൽ പോവാം. ഏത് ബസ്സിൽ കയറും? വിളിച്ചറിയിച്ചിട്ട് കമൽഹാസൻ സാറിന്റെ വീട്ടിൽ പോകും. കാരണം അവിടെ നല്ല തടിമുടിക്കുള്ള 7-8 പട്ടികളുണ്ട്. ഇത് ക്ലബ് FM സ്റ്റാർ ചെയ്യാം കണക്കിന് ഫൺ. ഫൈനൽ റോഡിൽ തീർച്ചയായും ട്രാഫിക് അറിയിച്ചിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പറയുന്നത് എന്റെ വിശ്വാസമാണ്. കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡ് വിന്നിംഗ് മലയാളം മൂവി ഇന്ത്യൻ റുപ്പിയാണ്. ബട്ട് ഇന്ത്യൻ റുപ്പിയേക്കാളും മികച്ച ചിത്രം ട്രാഫിക് ആണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്, സ്വന്തം കാഴ്ചപ്പാട്. ശരിയോ തെറ്റോ? ഞാൻ പറയല്ലോ, ഇപ്പം ഞാൻ ഒരുപാട് ആരാധിക്കുന്നതാണ് രഞ്ജിത്ത് സാർ. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമ ട്രാഫിക് ആണ്. അതിന്റെ അഹങ്കാരി എന്ന് പറയാം, അല്ലെ എന്റെ വിശ്വാസമാണ്, അത് എന്റെ വിശ്വാസമാണ്. പക്ഷെ അത് മാത്രമല്ല ഷാൻ, ഇവിടുത്തെ എല്ലാ അവാർഡുകളിൽ നിന്നും ഇതിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ട്രാഫിക്കിന് അഹങ്കാരം പറയല്ല, ആരോ ഭയക്കുന്നു. ഇതിലൊക്കെ നിർണായകമായ സ്വാധീന ശക്തിയുള്ള ആരോ, ഈ ഫീൽഡിലുള്ള വലിയ സ്വന്തമായ ഒരു ഇരിപ്പിലുള്ള ആരോ ഭയക്കുന്നു. കാരണം എല്ലാ അവാർഡുകളിൽ നിന്നും ഞങ്ങൾ തള്ളപ്പെട്ടിട്ടുണ്ട്. ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ആൾക്കാർ ട്രാഫിക്കിനെ പൊക്കണ്ടെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടെന്നാണോ പറയുന്നത്? കുറച്ചുപേരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരെ അറിയാം. തോന്നുന്നുണ്ടോ ട്രാഫിക്കിന് വേണ്ടത്ര രീതിയിൽ ആരും പരിഗണിച്ചിട്ടില്ല? തീർച്ചയായിട്ടും. അത് എനിക്കും ഒരു ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളികയാണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത്. ഭയങ്കര വിഷമം. തീർച്ചയായിട്ടും ഞാൻ പറയാം, അവാർഡുകൾക്ക് പിന്നാലെ ഒന്നല്ല നമ്മൾ. പക്ഷെ അവാർഡുകൾ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ഭയങ്കര പ്രോത്സാഹനമാണ്.
നമുക്ക് അടുത്ത ഇനി അതിലും നല്ല സിനിമ എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയും, കാരണം ഡെഫിനറ്റ് വിജയമാണ്. ഒരു മാത്രമല്ല ബെസ്റ്റ് മൂവി അവാർഡ് കിട്ടിയില്ല, ലോകത്തോളം ഒരു ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടില്ലെന്ന് മാത്രമല്ല ഈ വർഷം എല്ലാ അവാർഡും കൊണ്ടുപോകുന്ന ഞാൻ വിശ്വസിച്ചൊരു സെക്ഷൻ ഉണ്ട്. സ്ക്രിപ്റ്റ് കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിലെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ട്രാഫിക്കിലാണ്. മോസ്റ്റ് ഇന്റലിജന്റ് സ്ക്രിപ്റ്റ്സ്. ഫൈനലി എന്താ ഇവരോടൊക്കെ ഒറ്റ ലൈനിൽ പറയാനുള്ളത്? എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ ഇനിയും നല്ല സിനിമ എടുത്തുകൊണ്ട് വരും. എത്ര വർഷം ഇവർക്ക് തള്ളാൻ പറ്റില്ല, എത്ര പ്രാവശ്യം തള്ളാൻ പറ്റും. എന്റെ പടത്തിലൂടെ ഞാൻ തെളിയിച്ച പോലെ ഇനിയും നല്ല നല്ല പടങ്ങൾ എടുക്കും. ഐ വിഷ് യു ഗ്രേറ്റ് സക്സസ്. തീർച്ചയായും ഐ തിങ്ക് സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്യും. അങ്ങനെ ആവട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട്. നടക്കുകയാണെങ്കിൽ എനിക്കിത് ഹൃദയം നിറഞ്ഞൊരു ഹഗ് തരും. എനിക്ക് ആവശ്യം ഒരു റോളാണ്. തരും. രാജേഷ് ഹലോ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഞാൻ പറയണു. അത് നടക്കുകയാണെങ്കിൽ എന്റെ നാവ് പൊന്നാവുകയാണെങ്കിൽ രാജേഷ് പിള്ളയുടെ നെക്സ്റ്റ് മൂവിയിൽ എനിക്ക് ഒരു നല്ല റോൾ ഉണ്ടാവും. നല്ല റോൾ ഓക്കെ. Well, the Club FM will start. Yeah.